ഡോക്ടർ ഇപ്പോൾ ബലിപ്പെരുന്നാൾ നടക്കുകയാണ്. അപ്പോൾ അതോടനുബന്ധിച്ചുള്ള ഹജ്ജ് ഇതിന് തുടക്കമായിട്ട് ഹജ്ജിൻ്റെ ഇപ്പോൾ ഈ 2 ദിവസത്തിനകത്ത് അത് ഉണ്ടാവും ഹജ്ജ് കർമ്മങ്ങളെല്ലാം. ഈ പഴയ കാലത്തെ ഹജ്ജ് കർമ്മങ്ങളിൽ നിന്നും ഇപ്പോൾ അനുഷ്ഠിക്കുന്ന ഈ ഹജ്ജ് കർമ്മങ്ങളിലേക്ക് എന്തെങ്കിലും കാതലായ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? പഴയ കാലത്തേതും പുതിയ കാലത്തും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഹജ്ജ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോഴേ നിലനിൽക്കുന്ന ഹജ്ജ്, അത് ഇസ്ലാമികവൽക്കരിക്കപ്പെട്ട ഹജ്ജ് അങ്ങനെ എടുത്ത് തന്നെ പറയാം. കാര്യം ഒരു ചരിത്ര വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ചരിത്രം പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അങ്ങനെ പറയാനേ പറ്റും. ഇസ്ലാമികവൽക്കരിക്കപ്പെട്ട ഹജ്ജ് എന്നുള്ളതാണ്. കാരണം ഇസ്ലാം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഹജ്ജ് എന്ന് പറയുന്ന ഒരു കർമ്മം അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മ മക്കയോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങളിൽ നിന്നിട്ടുണ്ട്. കാരണം ഇസ്ലാം മതം രൂപപ്പെടുന്നതിന് മുമ്പുള്ള ജാഹിലിയ കാലഘട്ടത്തിൽ പോലും ഈ പറയുന്നൊരു കൺസെപ്റ്റുണ്ട്, ആ ഒരു കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തോടൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു ചൈത്രയാത്ര വരുന്നു, ഇസ്ലാം മതം ഉണ്ടാകുന്നു. അതിൻ്റെ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ നമുക്കറിയാം ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ക്ലേശകരമായിട്ടുള്ള ഒരു യാത്രയിലൂടെയാണ് ഹജ്ജ് കർമ്മങ്ങളിൽ എത്തുക എന്ന് പറയുന്നത്. കാരണം ഇസ്ലാം മതത്തിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കേണ്ടതില്ല എന്ന് ഇസ്ലാം മതം പറയാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ശാരീരിക ക്ഷമതയുള്ളവരും സഞ്ചരിക്കാനുള്ള സാമ്പത്തിക ശേഷിയുള്ളവർ മാത്രമേ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. കാരണം അത് ആ യാത്ര എന്ന് പറയുന്നത് അതല്ലെങ്കിൽ ആ ദീർഘദൂര യാത്രകൾ എന്ന് പറയുന്നതിൻ്റെ പുറകിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആരോഗ്യം വേണം, സമ്പത്ത് വേണം. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം ആഫ്രിക്കയുടെയും മറ്റു പ്രദേശങ്ങളിൽ നിന്നെല്ലാം ധാരാളമായിട്ട് ആളുകൾ ഈ ഹജ്ജ് കർമ്മങ്ങളിലേക്ക് എത്തുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ പോലെ ഒരു നിശ്ചിതമായ ഒരു തീയതി നിശ്ചയിച്ചുകൊണ്ടല്ല അവർ യാത്ര പുറപ്പെടുന്നത്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവർ യാത്ര തിരിക്കുമായിരുന്നു. അങ്ങനെ യാത്ര തിരിക്കുമ്പോൾ ഇവരുടെ വലിയൊരു സമ്പത്തുമായിട്ടല്ല പോകുന്നത്. ഇവരുടെ യാത്രയിലുടനീളം വലിയൊരു സംഘമായിട്ട് സഞ്ചരിക്കുന്നു. പല പ്രദേശങ്ങളിൽ അവർ പണിയെടുക്കുന്നു, പല പ്രദേശങ്ങളിൽ അവർ കച്ചവടം ചെയ്യുന്നു. ആ യാത്രയിലുടനീളം അവരങ്ങനെ പല ഘട്ടങ്ങളിലൂടെ അവരുടെ നിത്യവൃത്തി തേടിക്കൊണ്ടാണ് അവർ ആ യാത്രയിലൂടെ എത്തുന്നത്. പിന്നീട് അവർ പ്രദേശത്ത് എത്തുന്നു. ആ പ്രദേശത്ത് എത്തുമ്പോൾ, അതായത് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് പല ആൾക്കാരും അതിൽ മരണപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെ ദീർഘമായ വളരെ ക്ലേശകരമായ യാത്രയിലുടനീളം അതെല്ലാം സഹിച്ചുകൊണ്ടാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഹജ്ജ് കർമ്മം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം ഇന്ത്യയിൽ തന്നെയുള്ള ഹജ്ജ് കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഇന്ത്യയിൽ നിന്നൊക്കെ പറയുന്ന അന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗതാഗത മാർഗം എന്ന് പറയുന്നത് ജലത്തോട് ബന്ധപ്പെട്ട് വരുന്നു, അല്ലെങ്കിൽ കപ്പലുള്ള പത്തേമാരികളിലുള്ള യാത്രകളായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ഇന്ത്യയിൽ നിന്ന് പോലും ഉണ്ടായിട്ടുള്ളത്. ഈ മഹാൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ അക്ബർ പോലും ഈ ഹജ്ജ് കർമ്മം നടത്തുന്ന സമയത്ത് പോർച്ചുഗീസുകാരാണ് ഇവിടെ ഭരിക്കുന്നത്. ആ പോർച്ചുഗീസുകാർക്ക് കൃത്യമായിട്ടുള്ള കർത്താസ് എന്ന് പറയുന്ന നികുതി കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല ഹജ്ജ് കർമ്മം എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലുണ്ടാകുന്ന ജനവിഭാഗങ്ങൾ പിൻകാലത്ത് ഗൾഫിനോടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുവന്ന അതിൻ്റെ ഈ എണ്ണയുടെ കണ്ടെത്തൽ അതിനനുബന്ധിച്ചുണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക്, ആ കാലഘട്ടത്തിനനുബന്ധിച്ച് കേരളത്തിൽ നിന്നുള്ള പല ആൾക്കാരും ഈ ഹജ്ജിന് പോകുന്നു. അങ്ങനെ പോയ ആൾക്കാരെല്ലാം സമൂഹത്തിൽ വളരെ ഉന്നതമായ സ്ഥാനമാനങ്ങളും കൽപ്പിക്കപ്പെട്ടിരുന്നത്. കാരണം ഹജ്ജിന് പങ്കെടുത്ത ഒരാൾക്ക് നൽകുന്ന ഒരു പേരുണ്ട് ഹാജി എന്ന് പറയുന്നത്. ആ ഹാജി എന്ന് പറയുന്ന സമൂഹത്തിൽ കിട്ടുന്ന ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനമായിട്ട് തന്നെയാണ് പരിലസിക്കപ്പെട്ടിരുന്നത്. ആ ഒരു കാലഘട്ടമൊക്കെ മാറി. കാരണം ഇന്ന് സമ്പത്തുണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ ആർക്കും ഈ ഹജ്ജ് ചെയ്യാമെന്നൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ മാറുക എന്ന് പറയുന്നത് ശാസ്ത്രത്തിൻ്റെ നേട്ടം തന്നെയാണ്. ശാസ്ത്രീയമായ വളർച്ചയുടെ ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഹജ്ജ് കർമ്മങ്ങൾ സമ്പുഷ്ടമായെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴും ഹജ്ജ് കർമ്മങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. ആ ആചാരാനുഷ്ഠാനങ്ങളോട് ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ പല പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ എത്തുന്നുണ്ട്. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഇന്നത്തെ രീതിയിലുള്ള വാഹന ഗതാഗതങ്ങൾ ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വന്നിരുന്നത് സിറിയ, യമൻ, ഇറാഖ്, അതുപോലെ ഈജിപ്റ്റ് എന്ന് പറയുന്ന 4 പ്രദേശങ്ങളിൽ നിന്നായിരുന്നു. അപ്പോൾ ഇത്തരം ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ജനങ്ങൾ പല കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ച് ഒരു ടൈമിൽ അവിടെ എത്തിച്ചേരുന്ന, അത് മുൻവിധിയോട് കൂടി അവർ മനസ്സിലാക്കിയാണ് ഇന്ന സമയത്ത് ഇന്ന് പുറപ്പെട്ടാൽ ഇന്നവിടെ എത്താൻ പറ്റും എന്നുള്ളതനുസരിച്ച് മാസങ്ങൾക്ക് മുമ്പ് സഞ്ചരിച്ചാണ് അവിടെ എത്തുന്നത്. അങ്ങനെ എത്തുമ്പോഴും ഹജ്ജ് കർമ്മങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ഒത്തുചേരലിൽ ഓരോ ഇസ്ലാമിക വിഭാഗങ്ങളുടേതായിട്ടുള്ള ഒരു അപ്രമാദിത്വം സ്ഥാപിക്കാൻ ആ പ്രാദേശിക നേതൃത്വ നിരകൾ അല്ലെങ്കിൽ രാജ്യവംശങ്ങൾ ശ്രമിച്ചിരുന്നു നമുക്ക് കണക്കാക്കാൻ പറ്റും. കാരണം ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇടമായിട്ട് മക്കയും മദീനയും കണക്കാക്കുമ്പോഴും ഇന്ന് കാണുന്ന രീതിയിലുള്ള ഹജ്ജ് കർമ്മങ്ങളുടെ നേതൃസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന വിഭാഗമായിട്ട് സൗദി കുടുംബമോ അല്ലെങ്കിൽ സൗദി അറേബ്യയോട് ബന്ധപ്പെട്ട് വരുന്ന ഭരണക്രമം വന്നതിന് ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് ഈ രീതിയിലായിരുന്നില്ല ഹജ്ജ് കർമ്മങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം കേരളത്തിലെ പല പ്രദേശങ്ങളും, പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കെട്ടുകാഴ്ചകളുണ്ട്. ഈ കാളകളെല്ലാം ആനയിച്ചു കൊണ്ടുവരുന്ന കെട്ടുകാഴ്ചകളുണ്ട്. അത്തരം കെട്ടുകാഴ്ചകളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആചാരക്രമം ഹജ്ജ് കർമ്മങ്ങളിൽ നിലനിന്നിരുന്നതായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. PK ഹിറ്റിയുടെ വളരെ വിഖ്യാതമായ ഗ്രന്ഥത്തിൽ ഇതിനെപ്പറ്റി എടുത്തു പറയുന്നുണ്ട്. അതിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാദേശിക ഭരണാധികാരികൾ, അതായത് മക്കയുടെ പരിസരത്തുള്ളതോ ഈജിപ്തിനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രാദേശിക ഭരണാധികാരികൾ അവരുടെ അപ്രമാദിത്വം പ്രദർശിപ്പിക്കാനും അത് ഹജ്ജ് കർമ്മങ്ങളിൽ അവരുടേതായിട്ടുള്ള നേതൃസ്ഥാനമുണ്ടെന്ന് പ്രദർശിപ്പിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് കെട്ടിയൊരുക്കിയിട്ടുള്ള മെഹ്മിലുകൾ എന്ന് പറയുന്ന ആരാധന രീതിയോട് ബന്ധപ്പെട്ട് വരുന്ന കെട്ടുകാഴ്ചകൾ പ്രദർശിപ്പിക്കുമായിരുന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ
ഇസ്ലാമിക രീതിക്ക് പൂർണ്ണമായിട്ടും എതിർക്കേണ്ട ഒരു കാഴ്ചപ്പാടായിട്ട് സൗദിനോട് ബന്ധപ്പെട്ട് വരുന്ന അല്ല വഹാബിസത്തോട് ബന്ധപ്പെട്ട് വരുന്ന സൗദി അറേബ്യ മനസ്സിലാക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ അവിടെ നിരാകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അതുവരെ ഉണ്ടായിരുന്ന ഈ കെട്ടുകാഴ്ചകളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ള ഒരു ഹജ്ജ് കർമ്മ പദ്ധതി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം ആ ഹജ്ജിനോട് ബന്ധപ്പെട്ട് വരുന്ന കാബ, ആ കാബയുടെ അണിഞ്ഞിരിക്കുന്ന കിസ്വ എന്ന് പറയുന്ന കറുത്ത തുണി, ആ കറുത്ത തുണി പോലും അധികാരത്തിന് അടയാളമായിട്ട് അണിയുന്നൊരു പ്രവണത ഉണ്ടായിരുന്നു. കിസ്വ എന്ന് പറയുന്ന ആ കറുത്ത തുണി എന്ന് പറയുന്ന ഇസ്ലാം മതം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കാബയിൽ വിരിക്കുന്നൊരു പതിവുണ്ടായിരുന്നു. ഹിമ്യർ എന്ന് പറയുന്ന ഒരു രാജവംശത്തെക്കുറിച്ച് ചരിത്രത്തിൽ പറയുന്നുണ്ട്. BC 3-ാം നൂറ്റാണ്ടിലും അതുപോലെ AD 2-ാം നൂറ്റാണ്ടിലെല്ലാം ഉണ്ടായിരുന്ന വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു സാമ്രാജ്യമായിരുന്നു ഹിമ്യർ എന്ന് പറയുന്ന. ആ ഹിമ്യറുകളായിരുന്നു ഈ മക്കയിൽ പുതപ്പ് അണിയുന്ന ഒരു ചടങ്ങിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പരിപാടികൾ ആദ്യം നടത്തിയെന്നാണ് പറയുന്നത്. പിന്നീട് ആ ജാഹിലിയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ മുൻകാലഘട്ടങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന ഖുറൈശികൾ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന പിരിവുകളിലൂടെ ഭാഗമായിട്ട് ഈ പറയുന്ന കിസ്വ അതിനെ പുതപ്പിക്കുമായിരുന്നു. അപ്പോഴും പിൻകാലഘട്ടങ്ങളിൽ ഫാത്തിമിയകളോട് ബന്ധപ്പെട്ട് വന്ന ഷിയാ വിശ്വാസികളും അവരുടേതായിട്ടുള്ള കിസ്വയെ അവിടെ പുതപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സുന്നികളോട് ബന്ധപ്പെട്ട് മാത്രമല്ല ഷിയാ വിശ്വാസികളും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള അവരുടേതായിട്ടുള്ള നിറത്തിലുള്ള, അതായത് വർഷത്തിൽ പലതവണയെ കാബയെ പുതപ്പിക്കുന്ന രീതികൾ അവലംബിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അബ്ബാസിയ ഭരണകൂടത്തിൻ്റെ അവസാന നാളുകളിലെ സുൽത്താൻമാർ അല്ലെങ്കിൽ ഖലീഫമാർ അവരുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് അധികാരത്തിൻ്റെ അടയാളമായിട്ട് പച്ച നിറമുള്ള കിസ്വയെ അണിയിക്കുന്നതായിട്ടും ചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മാറിയിട്ട് ഇന്ന് സൗദി കുടുംബത്തോട് ബന്ധപ്പെട്ട് വരുന്ന സൗദി അറേബ്യ, ആ സൗദി അറേബ്യയുടെ രീതിയിലേക്ക് ഹജ്ജ് കർമ്മങ്ങൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഹജ്ജ് കർമ്മം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്നും എത്തുമ്പോൾ ഒരു കാര്യമുണ്ട്. കാരണം ഈ കാലഘട്ടത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, ഈ കാലഘട്ടത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ മാധ്യമങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ നൂതന ആശയ വിതരണ പദ്ധതികളോട് ബന്ധപ്പെട്ട് വരുന്ന എന്താ പറയുന്ന അതിൻ്റെ ഡിവൈസുകളുണ്ട്. അതൊന്നും ലഭ്യമല്ലാത്തൊരു കാലഘട്ടത്തിൽ ലോകത്ത് നടക്കുന്ന പല ആശയങ്ങളും എത്തപ്പെടുന്ന ഒരു പ്രധാന മാർഗം എന്ന് പറയുന്നത് ഹജ്ജ് കർമ്മങ്ങളിലൂടെയായിരുന്നു. യൂറോപ്പിൻ്റേതാകട്ടെ ആഫ്രിക്കയുടേതാകട്ടെ അല്ലെങ്കിൽ ഏഷ്യയുടെ പശ്ചിമേഷ്യയോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങളുണ്ടാകുന്ന ചിന്താധാരകളെല്ലാം തന്നെ ഇസ്ലാമിക ലോകത്തേക്ക് വ്യാപരിക്കാനുള്ള ഒരു പ്രധാന മാർഗം എന്ന് പറയുന്നത് ഹജ്ജ് കർമ്മങ്ങളായിരുന്നു. നമുക്കറിയാം ആഫ്രിക്കയിൽ ഉണ്ടാകുന്ന പല പ്രസ്ഥാനങ്ങളുണ്ട്, തീവ്രമായ ചിന്താഗതികൾ പുലർത്തുന്ന പല പ്രസ്ഥാനങ്ങളുണ്ട്. സനൂസി എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ട്, അത് മുസ്ലിം ബ്രദർഹുഡ് ഉണ്ട്. ഇത്തരം ആശയങ്ങളെല്ലാം പ്രചരിക്കുന്നത് അതിൻ്റെ പ്രചാരണത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് പ്രവർത്തിച്ചു എന്ന് പറയുന്നത് ഹജ്ജ് കർമ്മങ്ങളായിരുന്നു. അപ്പോൾ ഹജ്ജ് കർമ്മം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ആശയ പ്രചാരണത്തിനുള്ള ഒരു ഉപാധി കൂടി മാത്രമായിരുന്നു. അതോടൊപ്പം തന്നെ സൗദി അറേബ്യയെ സംബന്ധിച്ച് അതിൻ്റെ സമ്പന്നതയിലേക്ക് കടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ് കൂടിയായിരുന്നു ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത്. നമുക്കറിയാം ജൈവ ഇന്ധന ലഭ്യതയോട് ബന്ധപ്പെട്ട് വരുന്ന അതിന് കണ്ടെത്തൽ, ആ കണ്ടെത്തലിന് മുൻപ് വരെ സൗദി അറേബ്യയോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശത്തിൽ അല്ലെങ്കിൽ ഹിജാസിനോട് ബന്ധപ്പെട്ട് വരുന്ന ഭരണാധികാരികളുടെ ഒരു വരുമാന മാർഗമെന്ന് പറയുന്നത് ഈ പറയുന്ന ഹജ്ജ് കർമ്മമായിരുന്നു. അപ്പോൾ ഹജ്ജ് കർമ്മത്തിലൂടെയാണ് സമ്പന്നമായ ഒരു പ്രദേശമായിട്ട് ഈ പ്രദേശങ്ങൾ മാറിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ രീതിയിലെല്ലാമായിരുന്നു ഹജ്ജ് കർമ്മങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കാണുന്ന രീതിയിൽ സൗദി അറേബ്യയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു അപ്രമാദിത്വം നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം സൗദി അറേബ്യ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന അതിൻ്റേതായിട്ടുള്ള മദ്ഹബുകൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരം മദ്ഹബുകളെ നിരാകരിച്ചുകൊണ്ടാണ് സൗദി അറേബ്യയോട് ബന്ധപ്പെട്ട് വരുന്ന വഹാബിസത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ചിന്താധാരയോട് ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്നത്. ഞാൻ പറഞ്ഞു വെക്കുന്നത് മറ്റൊന്നുമല്ല, ഇത്തരം ഹജ്ജ് കർമ്മങ്ങൾ നടക്കുമ്പോൾ പോലും ഇസ്ലാമിക ലോകത്തിൻ്റെ എതിർപ്പുകൾ പ്രകടിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്തിൻ്റെ വിഭാഗീയ ചിന്താഗതികൾ പുലർത്തുന്ന ആളുകൾ നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ പറയുന്ന ലോകം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടേതായിട്ടുള്ള വിഭാഗീയ ചിന്തകൾ പ്രചരിപ്പിക്കാനുള്ള അത് പ്രകടിപ്പിക്കാനുള്ള ഒരു പ്രദേശമായിട്ടും ഹജ്ജ് കർമ്മങ്ങൾ മാറുന്നുണ്ട്. നമ്മൾ മറ്റൊരു അവസരത്തിൽ സൂചിപ്പിച്ചതാണ്, ഇറാനോട് ബന്ധപ്പെട്ട് വരുന്ന സൗദി അറേബ്യയും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകടന മേഖലകളായിട്ട് ഹജ്ജ് കർമ്മങ്ങൾ മാറാറുണ്ട്. അതിനോട് ബന്ധപ്പെട്ട് അതിൻ്റേതായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ട് ഇസ്ലാമിക ലോകത്ത്. ആ നഷ്ടങ്ങളുടെയും ചരിത്രം പേറുന്നതാണ് ഹജ്ജ് കർമ്മങ്ങൾ. ഈ നാളിൽ ഈ പറയുന്നൊരു കാലഘട്ടത്തിൽ ഈ ഒരു ഹജ്ജ് കർമ്മത്തിൻ്റെ പുറകിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായില്ലെന്ന് നമ്മൾ ഷഡിച്ചാൽ പോലും ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതായത് മാനവകുലത്തോട് ബന്ധപ്പെട്ട് വരുന്ന മനുഷ്യ സമൂഹത്തോട് ബന്ധപ്പെട്ട് വരുന്ന അവരുടെ ബോധത്തിൽ ഉണരുന്ന എല്ലാ കാര്യങ്ങളുടെയും പ്രതിഫലനങ്ങൾ ഹജ്ജ് കർമ്മങ്ങളോട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.